കണ്ണൂർ പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയ നിലയിലുള്ളത്. ഇ കെ നായനാരുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ചടയന്റെയും ഉൾപ്പെടെയുള്ള സ്തൂപങ്ങളിലാണ് കരിയോയിൽ പോലുള്ള ഒരു ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയ നിലയിലുള്ളത്. ഇപ്പോൾ CPM നേതാക്കന്മാർ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. എന്താണിത് ടീച്ചർ സംഭവിച്ചത്? അപ്പോൾ ഞങ്ങൾ ഇത് കേട്ടറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തിയപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച അങ്ങേയറ്റം വേദനാജനകവും ഉദ്വേഗജനകവുമാണ്. കാരണം ആരെയാണ് ഈ സ്മൃതി കുടീരം, പ്രത്യേകിച്ച് കേരളത്തിലെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ എന്നുള്ള നിലക്കല്ലല്ലോ സഖാവ് നായനാരും സഖാവ് കോടിയേരിയും കേരളത്തിലാകെയുള്ള ജനങ്ങളുടെ ഏറ്റവും സമാദരണീയരും അതുപോലെ പ്രിയങ്കരരുമായ ജനകീയ നേതാക്കളാണ്. അന്തരിച്ചുപോയ അവരുടെ സ്മൃതി കുടീരം ഈ പയ്യാമ്പലത്ത് ഞങ്ങളെല്ലാം വളരെ വളരെ വിലമതിപ്പോടുകൂടിയാണ് കാത്തു സൂക്ഷിക്കുന്നത്, ഒരു പോറലുമേൽക്കാതെ. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ, കേരളത്തിലാകെയുള്ള ജനങ്ങളുടെ കണ്ണിലുണ്ണി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ജനകീയ നേതാവ് സഖാവ് ഇ കെ നായനാർ, ദീർഘകാലം മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ച സഖാവ് ഇ കെ നായനാരുടെ സ്മൃതി കുടീരത്തിൽ പോലും ഈ കരിയോയിൽ പോലുള്ള സാധനം ഒഴിക്കുക. സഖാവ് കോടിയേരി അന്തരിച്ചിട്ട് ഇപ്പോൾ അത്രയല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം അടക്കമാണ് അവിടെ ഉള്ളത്. ആ മുഖത്ത് തന്നെ ഈ കരിയോയിലോ എന്ത് സാധനമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ല, അത് ഒഴിച്ചുകൊണ്ട് മുഖമാകെ വികൃതമാക്കിയിരിക്കുന്നു. ഇത്രയും നിഷ്ഠൂരത, ക്രൂരത എങ്ങനെയാണ് അന്തരിച്ചു പോയ, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ, നമ്മളെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ പ്രിയങ്കരായ നേതാക്കളുടെ നേരെ ഈ ക്രൂരകൃത്യം ചെയ്തത് ആര് തന്നെയായാലും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ആരാണ് ഈ ക്രൂരകൃത്യം, ഈ നീചമായ ഈ കൃത്യം നിർവഹിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് കഴിയണം. അത് ഞങ്ങളും അതിനനുസരിച്ച് ആവശ്യപ്പെടുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിൽ ശക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ ആകെയുള്ളവരും കണ്ണൂർ ജില്ലയിലുള്ള ജനങ്ങളും പ്രത്യേകിച്ചും പ്രതിഷേധിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഈ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരാണ് ഈ സംഭവം ഞങ്ങൾ അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഉടനെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ, അതുപോലെ തന്നെ മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ ഭൂജന നേതാക്കളായിരുന്ന സഖാവ് കോടിയേരി, സഖാവ് ചടയൻ, അതുപോലെ തന്നെ സഖാവ് ഒ ഭരതേട്ടൻ തുടങ്ങിയ CPIM നേതാക്കളായിരുന്നവരുടെ സ്മൃതി കുടീരത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ രാസപദാർത്ഥം ഉപയോഗിച്ച് വികൃതമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു ഗൂഢോദ്ദേശമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും സാംസ്കാരിക നേതാക്കളുടെയും ഒക്കെ സ്മൃതി കുടീരമുണ്ട്. പക്ഷേ വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഈ 4 സ്മൃതി കുടീരത്തിന് നേരെയായിട്ടാണ് ഇത്തരം ഒരു കെമിക്കൽ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യം പോലീസ് അന്വേഷിക്കണം, സമഗ്രമായ അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ വളരെ ആസൂത്രിതമായ നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ചില ഛിദ്രശക്തികളുടെ, കറുത്ത ശക്തിയുടെ ശ്രമമാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ന്യായമായും സംശയിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് ഞങ്ങൾ ഉടൻ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നതിൽ പരാതി നൽകും. ഏതായാലും നമുക്ക് ആ ദൃശ്യം അത് കാണാം. കോടിയേരിയുടെ സ്മാരക സ്തൂപം, അതിൽ ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത കോടിയേരി ചിരിച്ചു നിൽക്കൊണ്ട് ഉള്ള ഒരു ചിത്രമാണ് ഉള്ളത്. ഉണ്ണീക്കാനായി, പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായിയാണ് ഈ സ്തൂപം രൂപകൽപ്പന ചെയ്തത്. ആ കോടിയേരിയുടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രത്തിൻ്റെ മുഖത്ത് തന്നെയാണ് ഈ ഒരു ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയിട്ടുള്ളത്. ഏറെ പണിപ്പെട്ട്, അല്ലെങ്കിൽ അത്രയും ദിവസത്തെ ഉദ്യമത്തിലാണ് ശില്പി ഉണ്ണീക്കാനായി ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കോടിയേരിയുടെ ഒരു ചിത്രം ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തത്. ആ ചിത്രമാണ് ഇപ്പോൾ വികൃതമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോടിയേരിക്ക് സ്തൂപത്തിന് തൊട്ടടുത്താണ് CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയായ ചടയൻ ഗോവിന്ദൻ്റെ സ്മാരക സ്തൂപമുള്ളത്. അതിന് മുകളിലും ഈ ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയത് കാണാൻ കഴിയും. ഈ പയ്യാമ്പലത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സ്മാരക സ്തൂപങ്ങൾ ഉള്ള സ്ഥലമാണ്. ഇവിടെ CPIM നേതാക്കളുടെ സ്തൂപങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വികൃതമാക്കിയിട്ടുള്ളത്. ഇ കെ നായനാരുടെ സ്തൂപം, കോടിയേരിയുടെ സ്തൂപത്തിന് തൊട്ടടുത്താണ് ഇ കെ നായനാരുടെയും സ്തൂപം. ഇ കെ നായനാരുടെ സ്തൂപത്തിന് മുകളിലും ഇത്തരത്തിൽ ദ്രാവകം ഒഴിച്ച് വികൃതമാക്കിയ നിലയിൽ തന്നെയാണുള്ളത്. ഏതായാലും CPM നേതാക്കൾ ഇവിടെ ഇതിനോടകം തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് അധികാരികളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഏവരും ബഹുമാനിക്കുന്ന, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളം ബഹുമാനിക്കുന്ന, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായ
നേതാക്കളായിരുന്നവരുടെ സ്മാരക സ്തൂപങ്ങളാണ് ഇത്തരത്തിൽ വികൃതമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ പയ്യാമ്പലത്തെ ഈ നേതാക്കന്മാരുടെ സ്മാരക സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പല സ്ഥലത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് CPIഎമ്മിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തുകയും നേതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഈ ഒരു സ്തൂപങ്ങൾക്ക് നേരെയുള്ള ഈ ഒരു കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത്. സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.